ഫൈറ്റ് സീൻസ് എല്ലാം കിടുവാണ്, എല്ലാം ഗംഭീരം. വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. ആക്ടേഴ്സ്, ആക്ടിങ്, നമുക്ക് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ദർശനയുണ്ട്, നമുക്ക് രേവതിയുണ്ട്, നയൻതാരയുണ്ട്. ഇതിൽ ആരാണ് ശരിക്കും ഹീറോ? ബേസും ബാസും എക്കോയും കൂട്ടിക്കൊണ്ടുപോയി അനത്തിക്കോ. അനൗൺസ്മെന്റ് കേട്ട് ജനം കിറങ്ങി കൊട്ടകയിലെത്തണം. ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. തകർത്ത് പൊളിച്ചു, ഒന്നും പറയാനില്ല. സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ കാണാനായിട്ട് നല്ലൊരു മൂവിയാണ്. ഈ തമ്പുരാൻ ഒരു ത്രയമ്പ ഓടിക്കാൻ തയ്യാറായി നിൽക്കുക. ഫൈറ്റ് സീൻസ് എല്ലാം കിടുവാണ്, എല്ലാം ഗംഭീരം. വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. ആളുകൾ വിശ്വസിക്കുവോ സാർ? ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഒരു പ്രതീക്ഷയില്ല. കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? ഒരു പ്രതീക്ഷയില്ല. ഒരു മൾട്ടി സ്റ്റാർ പടമായിട്ട് ലേബലി വരുമ്പം ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കായ്ക്കും. മാവില ചക്ക തിന്നാൻ പാടുണ്ടോന്ന് മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. പടം വട്ടത്തിലും നീളത്തിലും പോയി. സാറിന്റെ ഓരോ പുതിയ പടം ഇറങ്ങുമ്പോഴും പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ് ഞാൻ മടുത്തു. ഇവർ രണ്ടുപേരും വരുമ്പോ അതിന്റേതായ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതില്ല. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാക്കിട്ടത്. എല്ലാം ഗംഭീരം. വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. മോഹൻലാൽ എന്തിനാണ് ശരിക്കും വന്നതെന്ന് തോന്നിപ്പോയി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു വട്ടം കൂടി ഞാൻ തിയേറ്ററിൽ പോയിട്ട് പടം കാണുമെന്ന് ചോദിച്ചാലില്ല. അങ്ങനെ പവനായി ശവമായി. ആക്ഷനൊക്കെ ഉണ്ട്, എന്നാലും ഒരു പ്രതീക്ഷ എത്ര വന്നു. അങ്ങനെ പാട്രിയറ്റ് എന്ന സിനിമ എന്നല്ല, ഇത് പെട്ടി ഓട്ടോറിക്ഷ എന്നൊരു സിനിമയായിട്ടാണ് വന്നത്. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പക്കാ ലാഗ്. ഒന്നിപ്പഴിച്ച മൂന്നെന്ന പ്രമാണം. എന്നിട്ട് വേണം മൂന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഉറങ്ങണോ വേണ്ടേ? കാരണം ഇതിനു മുമ്പ് ഞാൻ ഇനി ഉറങ്ങിയിട്ടാണ് റിവ്യൂ പറഞ്ഞതെന്ന് പറയും. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. ലാലേട്ടനെ പറ്റിച്ചതാ എനിക്ക് തോന്നുന്നു. കണ്ടന്റ് ഓറിയന്റഡ് ക്ലാസ് പടമാണോ? അതെ, കുറെ കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് ലൈക്ക് ഇപ്പോഴത്തെ സമൂഹമായിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇതെന്തൊരു നിർഗുണ സിനിമയാണ്. അതായത് റൈറ്റിംഗ് വളരെ മോശം. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ പോണ്ടേ. കടന്നൽ കൂടെ ഇളകി വരുന്നത് പോലെ ഫാൻസുകാർ വരും. താന്റെ കണ്ണും മൂക്കും ചെവിയും കൊത്തി ഒന്നാക്കും. മോഹൻലാലിന്റെ എല്ലാം നല്ല ക്രിയേറ്റാണ് ചെയ്തത്. മമ്മൂട്ടി നല്ല ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഇനി ഒന്നുകൂടെ വയ്യ. ഇത് കഥയുടെ ഒരു ഇതുണ്ട്. മതിയടാ, ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ.